ഹായ് നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പോൾ പ്രവീണും കൊച്ചുവും തമ്മിലുള്ള ഇഷ്യൂ, പ്രണവ് പ്രവീൺ ആ ഒരു യൂട്യൂബ് ചാനൽ, അതിനകത്ത് അവരുടെ ആ കുടുംബത്തിൻ്റെ അകത്ത് നടന്നിട്ടുള്ള ഒരു എക്സ്ട്രീമായിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഏതാണ്ട് ഒരു മണിക്കൂറിന് മുമ്പാണ്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞു അതിൻ്റെ അകത്തുള്ള ഇത് വീഡിയോ വന്നു, നിങ്ങൾ കണ്ടിട്ട് അതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടുമെന്ന് പറഞ്ഞിട്ട്. കാരണം ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം പറഞ്ഞിരുന്നത് ഈ രണ്ട് ഭാഗമായിട്ട് നിൽക്കുന്ന ഈ കുടുംബക്കാരെ ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു സ്റ്റിൽ അവർ ശരിയാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പ്രവീണിൻ്റെ ചാനലിൽ വന്ന വീഡിയോ കണ്ടിട്ട് അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡൊമസ്റ്റിക് വയലൻസും അതോടൊപ്പം തന്നെ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയോട് കാണിക്കാവുന്നതിൻ്റെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ളൊരു കാര്യവും വിത്ത് എവിഡൻസോട് കൂടി തന്നെ കാര്യങ്ങളവിടെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞ ഭയം തോന്നി. അത് കണ്ടപ്പോൾ ശരിക്കും എന്ത് കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് പലതും നമ്മൾ കാണുന്നുണ്ട് പലയിടത്തും അല്ലേ. പല മരണങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ബ്രൂട്ടലായിട്ട് നടക്കും. വിസ്മയ പോലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇവിടെ ആ പെൺകുട്ടിക്ക് ആ വീട്ടിൻ്റെ അകത്ത് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് ഇന്ന് ഞാനിട്ട കുറച്ച് മുമ്പിട്ട വീഡിയോയ്ക്കകത്ത് പോലും ആ കുട്ടി എന്തുമാത്രം ഡ്രാമയാണ് മറ്റതാണ് മറ്റൊന്ന് അഭിനയിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കമൻസ് വരെ കണ്ടു. പക്ഷേ ഇവിടെ റിയാലിറ്റി മറ്റൊന്നായിരുന്നു. കുറേ ആൾക്കാർ ഇത്രയും നാൾ ഞാനെപ്പോഴും പറഞ്ഞിരുന്നു, രാവിലത്തെ വീഡിയോയിലും പറയുന്നു, നമുക്ക് ആർക്കും കാര്യം അറിയത്തില്ല. കാര്യം അറിയാത്തടത്തോളം നമുക്ക് ആരെയും ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതിനകത്ത് ഇനിയും ഇതിൻ്റെ അകത്തൊരു കണ്ടിന്യൂഷൻ വരും. ഇതൊരു സ്റ്റാർട്ടായിരിക്കും, ഇതൊരു തുടക്കം മാത്രമായിരിക്കും. പക്ഷേ വിഷയം വളരെ ഗുരുതരമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് പ്രവീൺ ഒന്നൊന്നായിട്ട് ഈ ഒരു കാര്യത്തിനെ എടുത്തിട്ട് സംസാരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇന്നിനിപ്പം എല്ലാവരും ഇനിയിപ്പോൾ ഉടനെ പ്രവീണിനെ സപ്പോർട്ട് ചെയ്യും. ഇനി അവർക്ക് നിൽക്കക്കളിയിൽ അതിന് അവരെന്ത് പറയുമെന്ന് അറിയത്തില്ല. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും പറഞ്ഞ് ഇത് മുന്നോട്ട് പോയേക്കാം. എങ്കിലും നമുക്ക് കേൾക്കാം. ആർക്ക് വേണ്ടിയിട്ടാണ് കെട്ടിയിട്ടത്? ഇത് നീയും കൂടി ഒന്ന് താമസിക്കാനല്ലേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഇനി ഇവിടെ ഇറങ്ങിപ്പോയിട്ട് എന്തോ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇനി ഇത് നിങ്ങൾ കേൾക്കുക. എൻ്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക. കേട്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. എന്തുവാടേ ഇത്? ഇവിടെ പണ്ടത്തെ ആൾക്കാരെ ഒരു സ്വഭാവമുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഒരു വീട്ടിലേക്ക് പുതിയൊരാൾ കയറി വന്നു കഴിഞ്ഞാൽ അയാൾ വന്നതോടുകൂടി കൂടുതൽ നശിച്ചു എന്ന് പറയുന്ന ഒരു പരിപാടി ഇപ്പോൾ പുള്ളി തന്നെ പറയുന്നുണ്ട്. ഇറങ്ങിപ്പോകണം, രണ്ടെണ്ണം ഇറങ്ങിപ്പോക്കോളണം, എവിടെ പോകണമെന്ന് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. അത് ഏറ്റുപിടിച്ചുകൊണ്ട് തന്നെ ബാക്കി ഉള്ളവർ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ്. വീഡിയോ എടുക്കാൻ പറ്റും, ഒന്നും എടുക്കാൻ പറ്റത്തില്ല, ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന പുള്ളിക്കാരൻ കർക്കശമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ അമ്മ പറയുന്നതിനെ കുറിച്ച് പറഞ്ഞത് അമ്മയും പറയുന്നുണ്ട്. അതിന്റെ വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചുതരാം. ഞാൻ പിന്നെ എന്തിനു വിളിക്കണം അവളെ? അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. നിന്റെ പെണ്ണുമ്പള നല്ല പുള്ളിയൊന്നും അല്ല. അവളെ അടിച്ചെന്നാ അവൻ ചീത്ത വിളിച്ചു കാണുമായിരിക്കും. അവളെ അടിച്ചെന്ന് ആരടിച്ച്? വേറെ വല്ലവരും ആയിരുന്നെങ്കിലും അവൾക്ക് അടിയും കൊടുത്ത് പറഞ്ഞു വിടണമായിരുന്നു. ആ മാതിരിയുള്ള തോന്നിയ ദിവസം അവളോട് ഇനി മേല അവള് ഈ വീട്ടിന്റെ അകത്ത് കയറാൻ പറ്റില്ല. നീയും കയറണ്ട, നീ എവിടെയാന്ന് വെച്ചോ താമസിച്ചോ. ഇനി മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല, നിനക്ക് കൂടപ്പറപ്പും ഇല്ല, ആരുമില്ല. ഈ മറ്റേ കൊച്ചു എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ചാനലിനകത്ത് ആ ഒരു അമ്മയും അവർ അച്ഛനൊക്കെ വന്നത് പറഞ്ഞത്, ഈ പുള്ളിക്കാരൻ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്, അവൻ്റെ വീട് അവൻ്റെ തന്നെയാണ്, ഇതെല്ലാം ഇവർക്കുള്ളത് തന്നെയാണ് എന്ന് അവർ വന്ന് പറയുന്നു. അച്ഛനോട് നിന്ന് കരയുന്നു, അമ്മയടുത്ത് കരയുന്നു. ഇത് കണ്ടിട്ട് ആ ഒരു ഇമോഷൻ കണ്ടിട്ടുള്ള ആൾക്കാരാണ് പിന്നീട് പെട്ടെന്ന് പ്രവീണിനെതിരെ തിരിയുകയും കൊച്ചുവിന് അനുകൂലമാവുകയും കൊച്ചുവിൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഇവൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യൂ, ഈ സ്ത്രീ കൊള്ളത്തില്ല. അതായത് ഈ മൃദുല എന്ന് പറഞ്ഞ പെൺകുട്ടിയെ വളരെ മോശമായ വാക്കുകളിലും ക്രൂരമായ വാക്കുകളിലും പ്രവീണൊക്കെ വെറും ഭാര്യയുടെ കീഴിലുള്ളെന്നുള്ള രീതിയിലൊക്കെ അങ്ങ് പറയുക. ആൾക്കാർക്കൊന്നും അറിയത്തില്ല. ഞാൻ സ്റ്റിൽ പറയുന്നു, ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് വ്യക്തമായി പറഞ്ഞു, നമുക്കാർക്കും വിഷയം അറിയത്തില്ല. ഇപ്പം മാത്രമാണ് ഒരു കാര്യം പുറത്തേക്ക് വന്നേക്കുന്നത്. ബട്ട് ഇത് ഇവിടെ കൊണ്ട് തീർന്നോ? ഇതുകൊണ്ട് തീർന്നിട്ടില്ല. അതാണ് ഏറ്റവും വലിയ വിഷമം. ഇനി ഇതിൻ്റെ അടുത്തൊരു ഘട്ടം, ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തു കൂടാത്തതാണ് എൻ്റെ വീട്ടിലന്ന് നടന്നത്. മെയിൻ കണ്ണികളായിട്ടുള്ളത് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അനിയൻ. ഇതെല്ലാം അനുഭവിച്ചത് ഞാനും പറഞ്ഞു. നീ പറഞ്ഞു ഒരു ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്തു നീ പറഞ്ഞു.
അച്ഛനും ഇളയ മോനും തന്ന സമ്മാനമോ രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചത് ആണ്. രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചതാ. അങ്ങനെ മാലയും പൊട്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ? ഉണ്ടാക്കിയിട്ടതല്ല, നാടുമില്ലെങ്കിൽ നാടും മാനം ഉണ്ടെങ്കിൽ ഇതിനെല്ലാ പ്രശ്നം എൻ്റെ പ്ലാനിങ് ആയിരുന്നു. എനിക്കറിഞ്ഞു ഇങ്ങനെ നമ്മളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിക്കുക? പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞുതരാം, ഇതിൻ്റെ അകത്ത് തന്നെ പറയാം. ഇപ്പം ഇതിനകത്ത് ഇദ്ദേഹം അഥവാ പ്രവീണും പ്രണവും ഇവർ രണ്ടുപേരും കുടുംബ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. സത്യമായിട്ടൊരു കാര്യം പറയാം, പണ്ട് കാലങ്ങളിൽ കേട്ടിട്ടുള്ളതാണ്, ഇപ്പോഴും അതുപോലെയൊക്കെ തന്നെയാണ്. കാരണം വിവാഹം കഴിഞ്ഞ് നിങ്ങൾ ഒരു കുടുംബ വീട്ടിൽ പണ്ടത്തെ കാലഘട്ടത്തിലുള്ളതുപോലെ ഒരു കാരണവരുണ്ട്, എല്ലാവരും കൂട്ടുകുടുംബ സംവിധാനങ്ങളുടെ അകത്തൊക്കെ ജീവിക്കാമെന്ന് ഈ കാലഘട്ടത്തിൽ എങ്ങാനും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് ചങ്ങല പോലെ അല്ലെങ്കിൽ ഈ മാലപ്പടക്കം പോലെ പിന്നെ നിരന്തര പൊട്ടലേ കാണത്തുള്ളൂ. അതുകൊണ്ട് ഒരു കുടുംബമായി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പരമാവധി ആ നമ്മൾ ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ബന്ധങ്ങളിൽ നിന്ന് വിട്ടുപോകാനല്ല. ഒരു വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് പോയി നമ്മൾ താമസിക്കുക. ചില പക്വതയുള്ള കുടുംബങ്ങളിലൊക്കെ അത് കാണാറുണ്ട്, എങ്കിലും ചിലയിടത്തെങ്കിലും കൂട്ടുകുടുംബ വ്യവസ്ഥയിലേക്ക് വന്ന് പിന്നെ അത് വലിയ പ്രശ്നമായി ചിന്ന ഭിന്നമായി അടിയായി വഴക്കായി സിനിമകളിൽ കാണുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള സംവിധാനമായിട്ടൊക്കെ മാറും. കൊച്ചു എന്റെ കഥവ് ഇവിടെ പിടിച്ചുകൊണ്ട് എന്തൊക്കെ മാറും പറഞ്ഞവരുണ്ടായി. നിന്നെ ആരൊക്കെ അടിച്ചത്? ലീഗലി പോവാം. നിന്നെ ഗർഭിണിയായിരുന്നു ആരൊക്കെ അടിച്ചത്? പറ. എന്റെ വയറൊന്നും പറഞ്ഞ ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഇത്തിരി പക്വതയോടുകൂടി ഒരു കാര്യം ഡീൽ ചെയ്ത് ചിലപ്പം പ്രവീണായിരിക്കും തോന്നുന്നു. ചിലപ്പോൾ മുതിർന്ന ആളായതുകൊണ്ടും ചിലപ്പോൾ അത് സ്വന്തം സഹോദരനും അമ്മയും അച്ഛനൊക്കെ ആയതുകൊണ്ടും ആവാം. മേ ബി പുള്ളി ചെയ്തേക്കുന്ന കുറച്ച് പക്വമായിട്ടുള്ള കാര്യമാണ്. പുള്ളിക്കാരൻ്റെ ഭാര്യയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും പുള്ളിയുടെ ഭാര്യ സംരക്ഷിക്കുകയും ചെയ്തൊരു കാര്യത്തിന് പുള്ളിക്കാരൻ ഭാര്യ കൊതിയനായി, ഭാര്യയുടെ കീഴിലുള്ള ഒരു വ്യക്തിയായി, ഒരു കഴിവില്ലാത്തവനായി, ആണല്ലാത്തവനായി. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ അങ്ങനെയൊക്കെയാണ് അത്ര കാണുന്നത്. അഥവാ ഇനി അതുപോലെ തന്നെയാണ് ഇളയ അനിയനെ കുറിച്ച് പറയുന്നത്. സോ അവരുടെ എക്സ്പ്ലനേഷൻ ഇനി വീണ്ടും വരാൻ സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ ഒരു സംഭവം വന്നുകൊണ്ട് ഇനി അവർക്കും പറയാൻ വേണ്ടിയിട്ട് പറ്റും അതങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്കും പറയാൻ പറ്റും, ചിലപ്പോൾ അവർക്ക് പ്രൂഫുകൾ കാണിക്കേണ്ടി വരും. അതൊക്കെ വഴിയേ വരട്ടെ. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ കാണിച്ചേക്കുന്നത് സത്യം പറഞ്ഞാൽ എത്ര കുറ്റമോ വഴക്കോ പ്രശ്നങ്ങളോ എന്ത് കാര്യം ഉണ്ടായിരുന്നാലും എന്തായാലും ഒരു കുടുംബമാണ്. അതിനകത്തൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഒരു ഗർഭിണിയുടെ മേൽ അവരുടെ കുടുംബത്തിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾക്കപ്പുറം വന്നു കയറിയ ആ സ്ത്രീയുടെ ദേഹത്ത് കൈവച്ച് അവരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന രീതിയിലേക്ക് വന്ന് സത്യം പറഞ്ഞാൽ ഇത് മനുഷ്യാവകാശ ലംഘനമാണ്. ഒരു കുട്ടിയെ അവർ പൂർണ്ണ ഗർഭിണിയായി വളരെ അടുത്ത ദിവസങ്ങളിൽ പ്രസവിക്കാതിരിക്കുന്ന ആ ഒരു സ്ത്രീ ഇപ്പം ഈ ദിവസങ്ങളിൽ എല്ലായിടത്തും കണ്ടൊരു കാഴ്ചയാണ്. ആ കുട്ടി എന്തുകൊണ്ട് അവരോട് മിണ്ടില്ല? പുറത്ത് കേക്ക് കെട്ടിയപ്പോഴും പുറത്ത് അച്ഛനമ്മമാരുണ്ടായിരുന്നു, എന്നിട്ട് പോലും മിണ്ടിയില്ല. ആ ക്രൂരയായ സ്ത്രീ ഒരു സ്വന്തം ഗർഭപാത്രത്തിലടക്കം ചവിട്ടി എന്നാണ് ആ കുട്ടി പറയുന്നത്. അങ്ങനെ ഉള്ളൊരു സ്ത്രീ എങ്ങനെ ആയിരിക്കണം അവരോട് സംസാരിക്കേണ്ടത്? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവരെല്ലാവരും പറഞ്ഞേക്കുവാണ് വീട്ടിൽ നിൽക്കരുതെന്ന് പറഞ്ഞ് തിരിച്ച് കയറി പോകരുതെന്ന് പറയുന്നത്. ആ കുട്ടി എന്ത് ചെയ്യണം? എനിക്കറിയില്ല, വരട്ടെ. മുഴുവത്ത് വയറ്റിലെ കിട്ടിയത്ര ഒരു കയ്യിൽ കണ്ടോ മുറിവ്? മക്കൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഞാൻ പറയുക, ഇത് കേൾക്കാൻ വേണ്ടി പറയുക, സങ്കടമുള്ളതുകൊണ്ട് പറയുക. 2 മക്കൾ ഒരേ രീതി സ്നേഹിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വളർത്താൻ നിൽക്കരുത്, ആദ്യമേ ഒഴിവാക്കിയേക്കണം. സീരിയസ് ആയിട്ട് അത്രയും വിഷമമുണ്ടെന്ന് പറയുന്നത്. ഞാൻ ഈ വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അതായത് മൂത്തതും ഇളയതും അഥവാ അനിയനോട് സ്നേഹം, മൂത്തയാളെ കണ്ടുകൂടാ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ കിടപ്പുവശം പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ പല കുടുംബങ്ങളിലും കാണാറുണ്ട്. ഒരു പക്ഷത്തിനോട് ചില കുടുംബത്തിനകത്താണ് ആണും പെണ്ണും ജനിക്കും, ആണിനോട് മാത്രം താല്പര്യം കാണും, പെണ്ണിനെ അങ്ങനെ വളർത്തില്ല, വേറെ കുടുംബത്തിലേക്ക് പോകാനുള്ളത് പെണ്ണിനോട് വലിയ താല്പര്യം കാണത്തില്ല. എനിക്ക് ഇപ്പോഴും അറിയാം അങ്ങനെയുള്ളത്. അത് ചില കുടുംബത്തിനകത്ത് ആണും ആണും 2 പേരുണ്ടെങ്കിൽ 2-3 പേരുണ്ടെങ്കിലും ഇളയതിനോട് താല്പര്യമായിരിക്കും, മൂത്തതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഇതിനകത്ത് ഇദ്ദേഹം മൂത്തതായിപ്പോയി, മുതിർന്നതായിപ്പോയി, ഇദ്ദേഹത്തിനോട് താല്പര്യമില്ല. പിന്നെ ഇദ്ദേഹം ഭാര്യയെ സംരക്ഷിക്കുന്നത് കൊണ്ട് അതും തീരെ താല്പര്യമില്ല. അതും ചില അച്ഛനമ്മമാർക്ക് അതും ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ്. പ്രൊമോഷൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ അതിലേ കൂടെ പോയി ഏട്ടം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് 2 എണ്ണവും കൂടെ ഇറങ്ങി വന്ന് അടിയായി. ഞാൻ ഒറ്റയ്ക്ക് പിടിച്ച് മാറ്റാൻ അമ്മയും സംസാരിച്ച് കുറേ കിട്ടി. ഇവിടെയൊക്കെ എത്ര വീണ് എന്നെ കുറെ പറഞ്ഞിട്ട് ഈ ഗർഭിണിയായിട്ട് നിൽക്കുന്ന സ്ത്രീയുടെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ അവരുടെ പ്രസൻസിൽ അവരെയും ശരീരത്തിൽ മർദ്ദനം ഏൽപ്പിക്കുന്ന രീതിയിൽ അടിക്കാൻ വിവരമില്ലാത്ത അത്രയ്ക്ക് വിവരമില്ലായ്മ കാണിക്കുന്നത് എന്തിനാണ്?
എന്തുവാടേ ആ കുട്ടി ആ വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ? ഇതിപ്പോൾ കുഞ്ഞിന് സംഭവിക്കുന്നത് മാത്രമല്ല, ഒരു ഗർഭസ്ഥ ശിശു ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ആ കുഞ്ഞിന് തട്ടലോ മുട്ടലോ ഏറ്റെങ്കിൽ ആ കുട്ടിക്ക് എന്തുമാത്രം അത് ഇഞ്ചുറി ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് എങ്ങനെയൊക്കെയാണ് അത് പിന്നീട് അത് വന്ന് ഭവിക്കാന്ന് വല്ല ഐഡിയ ഉണ്ടോ? എനിക്ക് 2 കുട്ടികളുള്ളതാണ്. ഓക്കെ, ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ സ്കാനിങ്ങിന് കൊണ്ടുപോകുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞിനെ എന്തുമാത്രം കെയർ ചെയ്തിട്ട് ആ ഒരു കാര്യങ്ങൾ ചെയ്യുക. അത് സത്യം പറഞ്ഞാൽ സീരിയസ്ലി ഇതിനകത്ത് ഇപ്പം വെളിദോഷമോ മറ്റത് കണ്ണേർ ദോഷമൊന്നുമല്ല. ഇവർക്കിടയിൽ വ്യക്തിപരമായ താല്പര്യമില്ലായ്മകളുണ്ട്, അത് മനസ്സിലാവുന്നുണ്ട്. ആ താല്പര്യമില്ലായ്മ അന്നേ അവർ മാറി താമസിക്കാൻ പ്രവീണിൻ്റെയും കൂടെ ബാധ്യത. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരുമിച്ച് താമസിക്കാൻ പാടില്ലായിരുന്നു, നിങ്ങൾ മാറി താമസിക്കാനായിരുന്നു. ചിലപ്പോൾ അവിടെ അതുകൊണ്ട് തീരുമായിരുന്നു. ഇത് അതിനുശേഷം അടി പിടി വഴക്ക് ഇതൊക്കെ ഉണ്ടാകുന്നത് വരെയും ചിലപ്പോൾ ഒരുമിച്ച് പോകുമെന്നുള്ള ചിന്ത കൊണ്ട് പോയതായിരിക്കാം. അല്ലെങ്കിൽ ഇവരെല്ലാവരും ഈ വൈബ് എന്ന് പറയുന്ന ആൾക്കാരെല്ലാം അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ കുടുംബത്തിൻ്റെ ഒരുമിച്ചുള്ള ഇത് കാണാനുള്ള ആഗ്രഹമായിരിക്കും. കാരണം അതാ പറഞ്ഞേ, ഇവരെ ഒരുമിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുമ്പിലേക്ക് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി തന്നെ ശ്രമിച്ചു. പക്ഷേ ഇൻസൈഡ് നമ്മൾ പറഞ്ഞില്ലേ, ക്യാമറയുടെ മുമ്പിൽ എല്ലാവരും അഭിനയിക്കുക, ക്യാമറയുടെ പിന്നിലാണ് റിയൽ ലൈഫ്. സത്യം എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഇവരുടെ റിയൽ ലൈഫ് നിങ്ങളെല്ലാവരും അറിയുന്നത്. റിയൽ ലൈഫ് ഇപ്പോഴാണ്, മേ ബി ഇപ്പോൾ. ഇതിനു മുമ്പ് കാണുന്ന ആ പോസിറ്റീവ് വൈബിൻ്റെ അപ്പുറത്തേക്ക് എല്ലാവർക്കും നെഗറ്റീവ് വശം ഉണ്ടാവും, നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടാവും. പക്ഷേ ആ നെഗറ്റീവ് ഷെയ്ഡിൻ്റെ എക്സ്ട്രീം ആയിട്ടുള്ള അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു എന്താണ് ആ ഒരു അവസ്ഥ ഇപ്പോൾ തുറന്നു കാട്ടപ്പെടുന്നത് ഇപ്പോഴാണ്. ഇപ്പോൾ മാത്രമാണ് ശരിക്കും ചിലപ്പോൾ ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും ചില യൂട്യൂബ് ചാനലുകൾ ഫാമിലി വ്ളോഗേഴ്സിനെ കാണാറുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും, അമ്മയ്ക്കൊരു ചാനൽ, മോനൊരു ചാനൽ, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേറൊരു ചാനൽ, ഭർത്താവിന് വേറൊരു ചാനൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അത് നിരന്തരമായി അത് കാണാനുള്ള ആൾക്കാരും ഉണ്ടാവും എന്നുള്ളതാണ്. അവർ മറ്റേ ആൾ ഒരു സമയത്ത് അവരെക്കുറിച്ച് സപ്പോർട്ട് ചെയ്ത് പറയും, ഇങ്ങോട്ടൊന്ന് മറിച്ചും പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും പറഞ്ഞ് നിൽക്കും. സോ അതുപോലെ ഇവരുടെ ഒരുമിച്ച് നിന്ന് കാണുന്നുള്ള ആഗ്രഹത്തിൻ്റെ മുമ്പിൽ ഇവരെല്ലാവരും ഒരുമിച്ച് നിന്നു. പക്ഷേ അകത്ത് നടന്നത് ഒരു വലിയൊരു ഓൾക്കാരുടെ പുറത്തായി ഇരുന്നത്. അത് പൊട്ടിത്തെറിച്ചു. അതാണ് സംഭവിച്ചത്. മുറിവ് പിടിച്ചുകൊണ്ടിരുന്ന എത്ര ചീത്ത വിളിച്ചത്. ഞാനും എൻ്റെ കുടുംബം കൊളത്തോട്ട് മൂടി തറയിലടിച്ച് കത്തി ചെയ്തിട്ട് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി വീടാ, ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇറങ്ങിക്കോളാം. 9 മാസം ഞാൻ എനിക്ക് കൊന്നിട്ട് ഞാൻ എൻ്റെ വയറ് കരഞ്ഞുകൊണ്ട് പറയുന്നത് വെച്ചാൽ എന്തുവാടേ, ആ ഒരു നിറവേറായ ഒരു ഗർഭിണിയൊക്കെ ആ ഒരു സ്ത്രീ, മറ്റൊരു സ്ത്രീ അഥവാ ഒരു അമ്മയാണ്, 2 മക്കളുടെ അമ്മയെ ആ ഒരു സ്ത്രീ ഉള്ള സ്ഥലത്ത് നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? എനിക്ക് മനസ്സിലാവുന്നില്ല എത്ര ബ്രൂട്ടലായിട്ടുള്ള കാര്യം നടന്നിരിക്കുന്നതെന്ന്. എന്നിട്ടും അവരിതുവരെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് അത് പറയാൻ തയ്യാറായിട്ടില്ല. ഈ നിമിഷം വരെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അവൻ എൻ്റെ അനിയനാണെന്നാണ് പുള്ളിക്കാരൻ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞത്. സോ എന്തായിരുന്നാലും അവസാനം രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ അറ്റ സൈഡിൽ നിന്ന് വന്നതിന് ശേഷം അവർ ഭയങ്കരമായിട്ട് അവരെ ഗ്ലോറിഫൈ ചെയ്ത് സംസാരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു ഗുരുതരമായ ഒരു വിഷയമാണ് നടന്നതെന്നുള്ളത് ഇവർക്ക് പറയേണ്ടി വരുന്നത്. ഇനി അവർക്കും പറയേണ്ടി വരും. വീണെടുക്കുന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. ഈ കയ്യിൽ ഇവിടെ പിടിച്ചിട്ട് അടിച്ചു. നമുക്ക് പോവായിട്ട് ഇവിടെ കിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാത്തിനും കാരണം ഞാൻ. അമ്മയും പറയും 10 മാസം മുന്നേ ഒരു കുഴപ്പമില്ല, ഞാൻ വയസ്സ് കുത്തിയ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്ത ദോഷത്തിന് ഞാൻ വരുന്നുണ്ടോ? അവൻ ചെയ്യുന്നതിനെല്ലാം പണം കിട്ടുന്ന എനിക്ക്. അവരെ മോനെ കയറി എന്നല്ലാണ്ട് ഇളയ മോനെ കയറി ഗ്ലാസ് പാൽ പോലും ഇട്ട് കൊടുത്തിട്ട് സംഗീതത്തിൽ പോലെ ഇവിടെ എല്ലാ കാര്യവും നോക്കുന്നത് ഞാൻ ഈ വീട്ടിൽ ഇല്ല. ഇവിടെ നിൽക്കാനുണ്ട്. ഞാൻ തിരിച്ചെന്ന് പറയാനിപ്പോഴത്തേക്ക് കൊച്ചു അച്ഛനോട് എന്തൊക്കെയോ എൻ്റെ തൻ്റെ ചീത്ത വിളിച്ച് എനിക്കറിഞ്ഞൂടെ അവരൊക്കെ ഇവിടെ എന്തോ ചെയ്യുന്നു. എനിക്കിവിടെ നിൽക്കുന്നത് എന്നോട് പറഞ്ഞു നാണോ മായോട്ട് കയറി ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞതിൻ്റെ ആ ഒരു സംഭവത്തിനെ കുറിച്ചാണ് ഇപ്പം മൊത്തത്തിൽ വർത്തമാനം. ഇനി ബാക്കിയുള്ള നിങ്ങൾ ആ ഒരു ചാനലിൽ തന്നെ പോയി കാണുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ അകത്തുള്ള ബാക്കി പിന്നീട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ചാനലിൽ വരുന്ന വരുമാനത്തിനെ കുറിച്ച് പ്രവീൺ ഇതിനകത്ത് പറയുന്നത് ഞാനത് കണ്ടു. പ്രവീൺ പറഞ്ഞു, അതായത് ചാനലിൻ്റെ അകത്ത് ഇദ്ദേഹം പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്നില്ല. പ്രണവ് എന്ന് പറയുന്ന കൊച്ചു അധികം ജോലിയൊന്നും ചെയ്യുന്നില്ല. അഥവാ അദ്ദേഹം ഒരു മടിയനാണ്. അദ്ദേഹം അധികം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇദ്ദേഹം തന്നെയാണ് ഇതിനകത്തെല്ലാം എഡിറ്റിംഗ് ആണെങ്കിലും വീഡിയോസ് ഇടുന്നതാണെങ്കിലും എല്ലാ കാര്യങ്ങളും അത് ചെയ്യുന്നതാണെങ്കിലും ഇദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ മുൻകൈ എടുക്കുന്നത്. പ്രവീൺ അതെല്ലാം ചെയ്ത് ഇടും. അതിനുശേഷം കിട്ടുന്ന പൈസയുടെ പകുതി അനിയനും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ കാര്യങ്ങളും ഇദ്ദേഹം നോക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്.
വീട്ടുകാരുടെ പൂർണ്ണമായ സപ്പോർട്ടും എല്ലാ കാര്യത്തിനകത്തും എപ്പോഴും അനിയന് ഒപ്പമാണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അതിനകത്തൊരു അവഗണനയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ എക്സ്ട്രീമായിട്ടുള്ള കാര്യം നടന്നിട്ടും അവർ തുറന്നു പറഞ്ഞിട്ടില്ല. മണി എന്നുള്ളൊരു സാധനം ഇതിനകത്തൊരു മാറ്ററാണെന്ന് വെച്ചാൽ സീരിയസ്ലി ഇതിനകത്തൊരു മണി ഒരു മാറ്ററായിട്ട് ഉണ്ടായേക്കാം. അതിനും അപ്പുറം ഇതിനകത്ത് ഈഗോ ആയിരിക്കാം, പേഴ്സണൽ ഈഗോസ്. അതായത് ഇപ്പം എൻ്റെ മകൻ എല്ലാ അമ്മമാർക്കും സ്വന്തം മകൻ വളരെ വലുത് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ അയാൾ പിന്നീട് ആ ഒരു വിവാഹത്തിലേക്ക് കടന്നു പോകുന്ന സമയത്ത് അയാളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഭാര്യയെ, സത്യം പറഞ്ഞാൽ ഒരു ഭാര്യ ഒരു പെണ്ണ് വീണ് കിടക്കുന്ന സമയത്ത് ഉപേക്ഷിച്ച് പോകുന്നതാണോ അവളെ കൈപിടിച്ച് നിർത്തുന്നതാണോ ശരിക്കും ഒരു ഭർത്താവ്? സത്യം പറഞ്ഞാൽ അയാളെ ചെയ്തേക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമല്ലേ. വീണ് പോയി 9 മാസം പൂർണ്ണ ഗർഭിണി, നീ വെക്കോ എൻ്റെ അച്ഛനമ്മയാണ് എനിക്ക് എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റുമോ? അയാൾ വിവാഹം കഴിച്ച് അയാളെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയെ കൈവിടാതെ അദ്ദേഹം സംരക്ഷിച്ചു. ആ സംരക്ഷിച്ചതിന് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ അടിയും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇപ്പോഴാണ് പുറത്ത് പറയുന്നത്. വേണമെങ്കിൽ അത് അന്നേ വിളിച്ച് പറയാമായിരുന്നു. സോ ഇവിടെ നമ്മളിപ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് അതിൻ്റെ വ്യക്തമായ പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്ക് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ് പോയി നിൽക്കുന്ന ഒരു വിഷയം, അത് കൊടുക്കാതിരിക്കുന്നവരുടെ ഒരു ഫാമിലി അല്ലേ എന്നുള്ള രീതിയിലേക്കൊക്കെ പോകുന്ന ഒരു കാര്യം, ഇങ്ങനെ പലതും ആകപ്പാടെ കണ്ടപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇവരെ വീഡിയോ ചാനൽസ് കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങൾ സ്റ്റക്കാവാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഇതിനകത്ത് ഇങ്ങനെയല്ലല്ലോ ഇവർ. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോസിനകത്ത് എല്ലാം പറഞ്ഞൊരു കാര്യം, ക്യാമറയ്ക്ക് മുമ്പിൽ എല്ലാവരും അഭിനയിക്കുക ചെയ്യും. അവരിപ്പം വിഷമം ആണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ പോലും അതിനകത്ത് എല്ലാം 100% ഒന്ന് വിശ്വസിക്കരുത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് ഫൂട്ടേജ് അടക്കം വ്യക്തമായ ക്ലിപ്സ് അടക്കം എടുത്ത് വെച്ചിട്ടാണ് അതിനകത്ത് നടന്ന ഒരു വിഷയം എടുത്ത് കാണിച്ചിരുന്നത്. അത് 9 മാസം ഗർഭിണിയായി നിൽക്കുന്ന ഒരു സ്ത്രീയോട് കാണിച്ചിരിക്കുന്ന ഒരു ക്രൂരതയാണ്, കൊടും ക്രൂരതയാണ്. അതിനകത്ത് അങ്ങനെ തന്നെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അവരുടെ സൈഡ് എന്താണെന്ന് നമുക്കറിയത്തില്ല. എങ്കിലും ഇവിടെ ഈ കാണിച്ചൊരു കാര്യം വെച്ച് നോക്കുമ്പോൾ അച്ഛനില്ല അമ്മയില്ല, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു, അല്ലെങ്കിൽ നിൻ്റെ ഭാര്യയെ നോക്കി ഭാര്യയുടെ കൂടെ ജീവിച്ചു എന്നൊക്കെ പറയുന്നു. മിക്ക വീടുകളിലേക്ക് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ പെൺകുട്ടിയോട് അതായത് ഈ നമ്മുടെ പ്രവീണിൻ്റെ അച്ഛൻ പോലും സംസാരിക്കുന്ന എത്ര വൃത്തികെട്ട ഭാഷയിലാണെന്നുള്ള കാര്യം നിങ്ങളിത് കേട്ടിട്ടുണ്ടായിരിക്കും. സോ ഇതൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം ഒരു കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടും അത് ഒഴിവാക്കിയിട്ടുണ്ടാവണം. കിട്ടുന്ന പൈസയെല്ലാം പകുതി കൊടുത്തിട്ടുണ്ടാവും. എന്തോ ചിലപ്പോൾ മണി ഈസ് ഈവിൾ എന്ന് എന്തൊക്കെ പറയുന്നത് കേൾക്കാം അല്ലേ? മണി ഈസ് ഈവിൾ എന്ന് പറയുന്നതൊക്കെ, പണം ശരിക്കും പറഞ്ഞാൽ ചെകുത്താനാണെന്ന് പറയും. ഒത്തിരി പണം പെട്ടെന്ന് കടന്നു വന്നാലോ, അല്ലെങ്കിൽ പണം എന്നുള്ള സംഭവം കുമിഞ്ഞു കൂടിയാലോ ചിലപ്പോൾ ബന്ധങ്ങൾ അത് തകർത്തേക്കാം. പണം അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നമാണ്. നമുക്ക് ആവശ്യത്തിന് ഉള്ളത് കൊണ്ട് ജീവിച്ചു പോകുന്നവർ എന്തുകൊണ്ട് ജീവിച്ചു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആയതുകൊണ്ടാണ്. അതിനപ്പുറത്തേക്ക് അവരിൽ ഒത്തിരി സാമ്പത്തികം വന്നു ചേർന്നാൽ ചിലപ്പോൾ അവരിലെ ആ ദുർസ്വഭാവം പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ കുടുംബത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ഏതാണ്ട് ഇപ്പം പുറത്തു വരുന്നു. അത് വെച്ചിട്ടാണെങ്കിൽ ഇത് ആദ്യമേ ഇത് പ്രശ്നങ്ങൾ ചെറിയ വിഷയങ്ങൾ ഉണ്ടായപ്പോഴേ ഇവർ തന്നെ ശരിക്കും പറഞ്ഞാൽ മാറി താമസിക്കേണ്ടിയിരുന്നു. അത് അവരുടെയും ഭാഗത്തൊരു മിസ്റ്റേക്ക് തന്നെയാണ്. ഇനി ഫർദർ എന്തായിരുന്നാലും സ്വാഭാവികമായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം അപ്പുറത്തെ കമൻറ്റ് ബോക്സിൽ പോയി പൂരത്തടി അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്കും അടുത്ത് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് തന്നെ ചിലപ്പോൾ വരേണ്ടി വരും, അടുത്ത ദിവസം വരേണ്ടി വരും. ഇനി ബാക്കി എന്തൊക്കെ സംഭവിക്കുമെന്നൊന്നും അറിയത്തില്ല. സാധാരണ ഈയിടെയായിട്ടൊന്നും ഞാൻ ഇങ്ങനെ ഒരു വിഷയത്തിൻ്റെ അകത്ത് ഒന്നിലധികം വീഡിയോസ് 2, 3 അങ്ങനെയൊന്നും ചെയ്യാൻ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് മാത്രമാണ് സോൾഡ് ആയിട്ടൊരു പ്രൂഫ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രൂഫിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു വിഷയം ഇവിടെ കൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം. പിന്നെ ആ കുട്ടിയെ അകാരണമായിട്ട് തെറി വിളിച്ച ആൾക്കാർക്ക് എന്താ പറയാറുള്ളത്? നിങ്ങളെല്ലാവരും എന്തെല്ലാം പറഞ്ഞു? എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറച്ച് മുമ്പ് മണിക്കൂർ മുമ്പ് ഇട്ട വീഡിയോക്കകത്ത് പോലും ഓസ്കാർ ലെവൽ അഭിനയം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇപ്പോൾ ഇവരുടെ ഈ ഒരു പറച്ചിലും ചിലപ്പോൾ മാറിയേക്കാം, ഇനി മാറ്റം വന്നേക്കാം. എങ്കിലും എന്താണ് ഇപ്പം നിങ്ങൾക്ക് പറയാനുള്ളത്? നമുക്കറിയത്തില്ല. അതാ പറഞ്ഞത്, നമുക്കറിയത്തില്ല അവിടെ എന്താ നടന്ന് അറിയത്തില്ല. ഞാൻ സ്റ്റിൽ പറയുന്നു, നമുക്കറിയത്തില്ല. ഇത് വൺ സൈഡ്, അതിൻ്റെ അതർ സൈഡ് നമുക്കറിയത്തില്ല. അത് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്.